പ്രിയ ദൈവജനമേ, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. നല്ല വാക്കോ ബഹുമാനമോ കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഈ വ്യക്തിയെ, എൻ്റെ ഭർത്താവിനെ, ഭാര്യയെ സ്നേഹിക്കുന്നു. ഞാൻ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തി മുറിവേൽപ്പിക്കുകയില്ല. ആ വ്യക്തിയുടെ രീതികൾ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കും. എനിക്ക് ദൈവസ്നേഹം കൊണ്ട് നിറയണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. എന്നിൽ ദൈവസ്നേഹം നിറയുവാൻ, പരിശുദ്ധാത്മാവ് നിറയുവാൻ ഈ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളും ഈ തകർച്ചകളും ഈ അപമാനങ്ങളും നിന്ദനങ്ങളും അത്യാവശ്യമാണെന്ന് എൻ്റെ ദൈവം കണ്ടു. ആ അവസ്ഥയാണ് എന്നെ രൂപാന്തരപ്പെടുത്താൻ സ്വർണം ആലയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ, വെള്ളി ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ശുദ്ധി ചെയ്യപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്ത എൻ്റെയും നിങ്ങളുടെയും ആല എന്ന് നാം തിരിച്ചറിയണം. ഞാൻ ദൈവത്തെ സ്തുതിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. സ്തുതിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശത്രുവായ പിശാച് നമ്മിലേക്ക് പല ചിന്തകളും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പകയുടെ അവസ്ഥ, പരദൂഷണത്തിൻ്റെ അവസ്ഥ, അഹങ്കാരത്തിൻ്റെ അവസ്ഥ, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ചിന്ത, എനിക്കെതിരായി പ്രവർത്തിച്ചു എന്നൊക്കെ ചിന്തിക്കാം. കോപവും അമർഷവും മനസ്സിലുണ്ടാകാൻ സാത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നാം മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഹോളി സ്പിരിറ്റ് എന്ന് വേദനയിലും തകർച്ചകളിലും നാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ അവസ്ഥയിൽ കൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഓരോ സാത്താന്മാരും നമ്മളെ വിട്ടുപോയി പതുക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ദൈവസ്നേഹം വന്നു നിറയുന്ന അനുഭവം ഉണ്ടാകും. തീർച്ച, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയാം. അതിനാൽ ഞാൻ ദുഃഖിക്കില്ല, ഞാൻ ക്ഷമിക്കും. എൻ്റെ തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് ആന്തരിക സൗഖ്യം പ്രാപിക്കാൻ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് എൻ്റെ തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് എൻ്റെ മുറിവേറ്റ ഓർമ്മകളിൽ നിന്നും സൗഖ്യം ദൈവം പ്രദാനം ചെയ്യും. മാത്രമല്ല, ഇതുപോലെ തകർച്ചയിൽ കഴിയുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും അവർക്ക് ആ ആന്തരിക സൗഖ്യം ലഭിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ.